ആവേശത്തിന് എടുത്തിയാടി അതുപോലെ തിരിച്ചു കയറാൻ പറ്റൂല എന്ന് നമ്മുടെ കാരണവന്മാർ പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയ 8ന്റെ പണിയായിരുന്നു ഒരു വരാൽ പ്രാന്ത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് പണി വാങ്ങിച്ചു എന്ന് മാത്രമല്ല, ഇവറ്റേനെയൊക്കെ കൊന്ന പാപവും തലയിലായി. എന്ത് ചെയ്യാനാണ്, ഇവറ്റയുടെ സമാധി. കാര്യം ഈ ചേറ്റുമീൻ അഥവാ കണ്ണനെ കൊല്ലാൻ പല വഴികളുണ്ടെങ്കിലും കൂടെ ഇത് ചാവണമെങ്കിൽ അതും കൂടി എന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ ഒരുവിധം 2 തട്ടിതാ ഞാൻ ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോയിട്ടോ. ഈ അടുപ്പത്തുനിന്ന് കിട്ടുന്ന ചാരം ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റും നമുക്ക്. ഈ ആറ്റുമീനും അതുപോലെ നാടൻ മീനൊക്കെ ചാരം ഇട്ട് നന്നായി തേച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ പോരാത്തതിന് നല്ല തുണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ കല്ലുപ്പിട്ട് നമ്മുടെ ചട്ടിയിലിട്ടിട്ടും നന്നായി വൃത്തിയാക്കിയെടുത്തു. ഇനി അടുത്തത് വറക്കൽ പ്രോസസ്സാണേ. വറക്കാൻ സിമ്പിൾ മസാലയാണ് കേട്ടോ. മഞ്ഞപ്പൊടി എടുത്തു, അതുപോലെ നാടൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരുപോലെ എടുത്തു. വേണ്ടത്ര ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ നാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചുരുക്കയാണ് 1 സ്പൂൺ ഒഴിച്ചത്. കൂടെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഒരു കൈയളവിന് കറിവേപ്പില അങ്ങ് മുറിച്ചിട്ടു. പിന്നെ മറക്കരുത്, പെപ്പറും അത്യാവശ്യത്തിനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അടുത്ത പരിപാടി നമ്മുടെ സ്റ്റവിന് തീയിട്ടു. അതിനുശേഷം വേണ്ട നമ്മുടെ തവ വെച്ച് വേണ്ടുവോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൂടെ ഇച്ചിരി കറിവേപ്പിലയും അലങ്കാരത്തിന് നിരത്തി. പിന്നെ എന്നാ എല്ലാ മീനും തുണ്ട് കഷ്ണങ്ങളും നിരത്തി ഓരോന്നായിട്ട് പെറുക്കിയിട്ടു. ഇങ്ങനെ കണ്ണമ്മീനൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ തോലൊക്കെ ഉരിഞ്ഞ് കഷ്ണാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്. എനിക്ക് പറ്റുന്നത്ര നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് വെട്ടുപ്പായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല വരാലൊക്കെ കാണുമ്പോൾ ചാടിക്കയറി ഇറങ്ങി മേടിക്കാൻ നിൽക്കുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ജീവൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജീവൻ പോകാൻ വലിയ പാടാണ്. അപ്പോൾ അതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. കൊന്ന പാവം തിന്നാതീരുന്നല്ലേ. അപ്പോൾ ഇന്ന് നല്ല ചൂട് പുട്ടും കൂട്ടി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി വന്ന മീൻ മൊത്തം ഞാൻ വെട്ടാൻ അറിയുന്നൊരു ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. എന്നെക്കൊണ്ട് പറ്റില്ല ഈ പണിയെന്ന് ഇതോടെ മനസ്സിലായി. ഇനി ജീവനുള്ളതിനെ പിടിച്ചുകൊണ്ടൊന്നുകൊണ്ട് കൊല്ലുന്ന ഈ പരിപാടി നിർത്തി. അങ്ങനെ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒരു വിധത്തിലും എന്നെ ഉപദ്രവിക്കാതെയും കമൻ്റ് അടിക്കാതെയും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്ന ഒരുപാട് സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. കൂടെ വല്ലപ്പോഴും ആ ബട്ടണൊക്കെ ഒന്ന് ഞെക്ക് എന്ന് അഭ്യർത്ഥിക്കുന്നു. എനിവേ, ഇന്നത്തെ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്യുവാണ്. അങ്ങനെ പുട്ടും കൂട്ടി ഒരു വലിയ കൊലപാതകം നടത്തി കണ്ണന്മാരും കൊന്ന് ഞാൻ അങ്ങ് പിടിപിടിച്ചു. പപ്പടം കുളിക്കാൻ പോട്ടെ.